അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച രാജ്യത്തെ 103 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ തലസ്ഥാനവും അഭിമാനത്തിൽ. തിരുവനന്തപുരം ഡിവിഷനിൽ നവീകരണം പൂർത്തിയായ ചിറയിൻകീഴ് സ്റ്റേഷൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 12 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സംവിധാനത്തോടെ സ്റ്റേഷനിലെ നവീകരണം പൂർത്തിയായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് നാടിന് സമർപ്പിക്കും. രാജ്യത്തുടനീളമുള്ള 103 അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനൊപ്പം തിരുവനന്തപുരം ഡിവിഷനിലുള്ള ചിറയിൻകീഴ്, തമിഴ്നാട്ടിലെ കുഴിത്തുറൈ സ്റ്റേഷനുകളും പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച് നാടിന് നൽകുകയാണ്. 12 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച ചിറയിൻകീഴ് സ്റ്റേഷനിൽ മെച്ചപ്പെട്ട കാത്തിരിപ്പ് ഹാളുകൾ, ഷെൽട്ടറുകൾ, പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസ്പ്ലേകൾ, സ്ത്രീകളുടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പൂർത്തീകരിച്ചത്. മികച്ച യാത്രാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള കമാനങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ അഭിമാനം. കാര്യം ചിറയിൻകീഴ് സ്റ്റേഷൻ കളക്ഷനിൽ തിരുവനന്തപുരം, കൊല്ലം സ്റ്റേഷനുകൾക്കിടയിൽ മികച്ച കളക്ഷനുള്ള സ്റ്റേഷനാണ്. അവഗണിക്കപ്പെട്ട് കിടന്ന സ്റ്റേഷനായിരുന്നു. അതിന് ചില സാങ്കേതിക കാരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഈ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ജനങ്ങളുമായിട്ട് സമീപിക്കുകയും അദ്ദേഹത്തിന് താലൂക്ക് ആസ്ഥാന സ്റ്റേഷനാണിത്. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയും അദ്ദേഹം ഇടപെട്ടിട്ടാണ് പരശുറാം സ്റ്റേഷൻ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. അപ്പോൾ ചിറയിൻകീഴ് സ്റ്റോപ്പ് അനുവദിച്ച ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത് സ്റ്റേഷൻ്റെ കാറ്റഗറിയെ സംബന്ധിച്ച്. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെയും റെയിൽവേ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും പുള്ളിയേട്ടനും അന്ന് കൃഷ്ണദാസ് ചേട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹം അനിമിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം കൂടെ വന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും കഠിനമായ ശ്രമഫലമായിട്ടാണ് ചിറയിൻകീഴ് സ്റ്റേഷനെ അതിലേക്ക് ഉൾപ്പെടുത്തിയത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലുകളാണ് പുത്തൻ മാറ്റത്തിന് വഴിവെച്ചത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും മികച്ച വരുമാനമുള്ള ചിറയിൻകീഴ് സ്റ്റേഷനിൽ നവീകരണത്തിന് പിന്നാലെ കൂടുതൽ ട്രെയിനുകൾ കൂടി എത്തും. അത്യാധുനിക സംവിധാനത്തോടെയുള്ള ശുചിമുറികൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, കൂടാതെ മേൽക്കൂര ഉൾപ്പെടെ നവീകരിച്ച ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ പരിധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഒരുക്കങ്ങളും നിർമ്മാണങ്ങളും എല്ലാം അവസാന ഘട്ടത്തിലെത്തി കാത്തിരിക്കുകയാണ് ഇന്ന് ഉദ്ഘാടനത്തിനായി. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.